ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളൊരു ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പൊസിഷൻ വരുന്നത് ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ സെലക്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ നമുക്ക് നേരെ ഗോൾ കീപ്പർ ലിസ്റ്റ് മാത്രം എടുക്കാം. അതിൽ ഏറ്റവും നല്ല സ്റ്റാറ്റുള്ള ഗോൾ കീപ്പറുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റാറ്റാണ് അവയർനെസ്സും അതുപോലെ റിഫ്ലക്സും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സ്ക്വാഡിലെ ഏറ്റവും റിഫ്ലക്സ് ഉള്ള അല്ലെങ്കിൽ അവയർനെസ് ഉള്ള ഒരു ഗോൾ കീപ്പറെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 2 CB ആണ്. CB സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്വാഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് മസ്റ്റാണ്. ഒരു ബിൽഡപ്പിനെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നു. പിന്നെ വരുന്നത് ഒരു ഡിസ്ട്രോയറാണ്. ഏറ്റവും നല്ല ടാക്ലിങ്ങും അതുപോലെ സ്പീഡും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഡിസ്ട്രോയർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ ഈ ഒരു 2025 വേർഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗെയിമിൽ ഈ പറയുന്ന ഫിസിക്കൽ കോണ്ടാക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ നിങ്ങൾ ഡിഫൻസീവ് വരുന്ന പ്ലേയേഴ്സിനെല്ലാം നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റും സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്ക് വരുന്നത് RBയും LBയും ആണ്. RBയും LBയും സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. ഒരു ഡിഫൻസീവും അതുപോലെ ഒരു ഒഫൻസീവുമാണ്. ഡിഫൻസീവിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടുള്ള കോസ്റ്റഗൂട്ട തന്നെയാണ്. RBയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഒഫൻസീവാണ്. ഒഫൻസീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഫു തന്നെയാണ് ബെസ്റ്റ്. നല്ല സ്പീഡും കുഴപ്പമില്ലാത്ത ഡിഫൻസീവ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു RB തന്നെയാണ്. നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണോ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്കിനെ സെലക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള CB എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഡിസ്ട്രോയർ ആയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ഒരു CB എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡപ്പ് CBനെ പോലെ ഇവിടെ നിന്ന് തന്നെ കളിക്കത്തില്ല. ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം DMFൻ്റെ ഈ ഒരു ലെവലോളം നമ്മൾ കയറി ചെന്ന് നമ്മുടെ അറ്റാക്ക് ചെയ്ത് വരുന്ന അവരുടെ CFനെയും AMFനെയൊക്കെ പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്തും അതുപോലെ അവരുടെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടും ഡിഫൻസീവ് ചെയ്യലാണ് അവരുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരുന്നത് ഈ ഒരു ഡിസ്ട്രോയർ മുന്നോട്ട് പോകുന്ന ടൈമിൽ LB എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലേക്ക് അവരുടെ ക്വിക്കായിട്ടുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് LB ഇവിടേക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡപ്പാണ് ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് ഇവിടെ ഉണ്ടാകുന്ന ടൈമിൽ ഈ ഒരു LBയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ ട്രിഗർ ആകാതെ വരികയും LB എന്ന് പറയുന്നത് കുറച്ചുകൂടി മുന്നോട്ടായിട്ട് കളിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വിങ് പൊട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ സൈഡിലായിട്ട് ഒരു ഡിസ്ട്രോയർ തന്നെ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിൻ്റെ സൈഡിലായിട്ട് ബിൽഡപ്പ് CBനെയും പ്ലേസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിൻ്റെ പ്രത്യേകതയാണ് കുറച്ചുകൂടി മുന്നോട്ട് കയറി പോകാനും അതുപോലെ ക്രോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലെയറാണ്. സോ ഈ ഒരു ഭാഗം കുറച്ചുകൂടി കവർ ചെയ്യാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ബിൽഡപ്പ് CB തന്നെ ആവശ്യമാണ്. പിന്നീട് നമുക്ക് വരുന്നത് 2 DMF ആണ്. DMFൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ആങ്കർമാൻ മസ്റ്റാണ്. ആങ്കർമാൻ പ്ലേയിങ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ബിൽഡപ്പ് CBൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അധികം കയറിച്ചല്ലാതെ ഇവിടെ തന്നെ നിന്ന് കളിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. സോ നിങ്ങളുടെ സ്ക്വാഡിൽ ഒരു ആങ്കർമാൻ മസ്റ്റാണ്. പിന്നീട് വരുന്ന DMF ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ നമുക്ക് CB ആയിട്ടും കൊടുക്കാം. ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് CMFും കൊടുക്കാം അതുപോലെ DMFും കൊടുക്കാം. അത് എന്താണെങ്കിലും നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നല്ല പാസിംഗ് എബിലിറ്റിയും സ്പീഡും കാര്യങ്ങളൊക്കെയുള്ള ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബോക്സ് ടു ബോക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് 2 ബോക്സിലുമായിട്ട് ഈ ഒരു പ്ലെയറുടെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൻസീവായിട്ടുള്ള സപ്പോർട്ടും കിട്ടും, ഒഫൻസീവിലും അറ്റാക്കിങ്ങിലും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം പാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. സോ നമ്മുടെ ഡിഫൻസീവ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് പ്ലേയേഴ്സിൻ്റെയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ്ങിലേക്ക് വരുന്ന ടൈമിൽ നമുക്കിവിടെ ഒരു AMF ആണ് കൊടുക്കേണ്ടത്. AMF കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹോൾ പ്ലെയർ ആണ്. ഹോൾ പ്ലെയറുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ ആരാണ് ബെസ്റ്റ്, നിങ്ങൾ കളിച്ചിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ആരാണെന്ന് വെച്ചാൽ അവരെ സെലക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല പാസിങ്ങും നല്ല അറ്റാക്കിങ് അവയർനെസ്സും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്കിപ്പം ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് 2025 ഹോൾ പ്ലെയർ ആയിട്ടുള്ള ഗുള്ളിറ്റിനെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റുള്ള പ്ലെയറാണ്, അത്യാവശ്യം നല്ല റിസൾട്ടും ഉണ്ട്. ഞാനൊരു 325 മാച്ചിൽ 57 ഗോളും 75 അസിസ്റ്റും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. AMFൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അറ്റാക്കിങ്ങിൽ വരുന്ന പ്ലേയേഴ്സിന് നല്ല ത്രൂ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആയിരിക്കണം. അതുപോലെ സ്കില്ലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനും ഈ പറയുന്ന DMFനായിക്കോട്ടെ
AMFന് ആയിക്കോട്ടെ എല്ലാവർക്കും ത്രൂ പാസിങ്ങും വൺ ടച്ച് പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഡിഫൻസീവിൽ വരുന്ന പ്ലേയേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്റർസെപ്ഷൻ, അതുപോലെ മാൻ മാർക്കിംഗ്, ബ്ലോക്കർ, ഏരിയ സുപ്പീരിയോറിറ്റി, സ്ലൈഡിംഗ് ടാക്കിൾ, ഫൈറ്റിംഗ് സ്പിറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഡിഫൻസീവിൽ വരുന്ന എല്ലാ പ്ലേയേഴ്സിനും ഫൈറ്റിംഗ് സ്പിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സെക്കൻഡ് ഹാഫിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കളിയും കാര്യങ്ങളൊക്കെ ആ പ്ലെയർ പുറത്തെടുക്കും. സോ നമുക്ക് നേരെ വിങ്ങറിലേക്ക് പോകാം. വിങ്ങറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നല്ല പേസും കാര്യങ്ങളൊക്കെ, നല്ല സ്പീഡും ആക്സലേഷനും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയറാണ്. നിങ്ങൾ ക്രോസ് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ CFൽ നല്ല ഹെഡിങ് പവറും കാര്യങ്ങളൊക്കെ, ബുള്ളറ്റ് ഹെഡർ സ്കില്ലും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയർ ആണെങ്കിൽ റൈറ്റിലോ ലെഫ്റ്റിലോ ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു വിങ്ങർ, അതുപോലെ തന്നെ നമ്മുടെ റോമിംഗ് ഫ്ലാങ്ക് കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കും. റോമിംഗ് ഫ്ലാങ്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെസ്സി എന്ന് പറയുന്നത് റോമിംഗ് ഫ്ലാങ്ക് പ്ലേയിങ് സ്റ്റൈലല്ല, പ്രൊലിഫിക് ആണ്. സോ ഈ ഒരു മെസ്സിയുടെ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഈ ഒരു മെസ്സി കട്ട് ചെയ്ത് റോമിംഗ് ഫ്ലാങ്ക് കളിക്കുന്ന സെയിം കളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാർഡാണ്. സോ നിങ്ങളുടെ ഒഫൻസീവ് ഫുൾ ബാക്ക് എവിടെയാണ് കൊടുക്കുന്നത് അവിടെ തന്നെ റോമിംഗ് ഫ്ലാങ്ക് അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരുന്ന പ്ലെയറെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി അറ്റാക്കിംഗ് അവയർനെസ്സും ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെയുള്ള വിങ്ങർ ആണെങ്കിൽ മസ്റ്റായിട്ട് ഒഫൻസീവ് ഫുൾ ബാക്ക് എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു പ്ലെയർ റൈറ്റിലോട്ടേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഈ ഒരു വിങ്ങിൽ ക്രോസ് ചെയ്യാൻ കറക്റ്റായിട്ട് കയറി പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ ഇവിടെ ഫ്രീ ആയി കിട്ടുകയും നല്ല ത്രൂ പാസ് അല്ലെങ്കിൽ ക്രോസ് കൊടുക്കാൻ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ CF നോക്കുവാണെങ്കിൽ നല്ല അറ്റാക്കിംഗ് അവയർനെസ്സും കാര്യങ്ങളൊക്കെയുള്ള, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് റുമ്മിയാണ്. റുമ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പീഡും നല്ല അറ്റാക്കിംഗ് അവയർനെസ്സും കാര്യങ്ങളൊക്കെയുള്ള, ഫിനിഷിങ് കാര്യങ്ങളൊക്കെയുള്ള പ്ലെയറാണ്. പിന്നെ 2025 ഈ ഫുട്ബോളിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ കോൺടാക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്യാവശ്യം നല്ല ഫിസിക്കൽ കോൺടാക്റ്റുള്ള പ്ലെയർ ആണെങ്കിൽ കുറച്ചുകൂടി ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് ഗോൾ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സബിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സബിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ ഇറക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് അത്യാവശ്യമാണ്. അതിലൊരു പ്ലേയിങ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ സൂപ്പർ സബ്, അതുപോലെ തന്നെ ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ലും കാര്യങ്ങളൊക്കെയുള്ള പ്ലേയേഴ്സ്, പിന്നെ നോക്കുവാണെങ്കിൽ ഗെയിം ചേഞ്ചിങ് പാസും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയർ ആണെങ്കിലും ബെറ്ററാണ്. ഈ ഒരു പ്ലേയേഴ്സൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും സെക്കൻഡ് ഹാഫിൽ. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് ഒരു കാര്യം വരുന്നത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിൽ ഒന്നാമത്തേൽ ഡിസ്ട്രോയ് CBയെ സെലക്ട് ചെയ്യുക. രണ്ടാമത് ഡിഫൻസീവായിട്ട് നിങ്ങളുടെ ആങ്കർ മാനെയും സെലക്ട് ചെയ്തേക്കുക. മൂന്നാമത്തെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കൗണ്ടർ ടാർഗറ്റ് ആണ്. കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് ഏറ്റവും സ്പീഡും അതുപോലെ പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പ്ലെയറെ സെലക്ട് ചെയ്യുക. മൂന്നാമത് ഞാൻ കൊടുക്കുന്നത് കൗണ്ടർ ടാർഗറ്റിനാണ്, നല്ല പാസിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയറെ സെലക്ട് ചെയ്യുക. പിന്നീട് നോക്കുവാണെങ്കിൽ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് മാച്ച് സപ്പോർട്ട്. അതിൽ നോക്കുവാണെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ സബ് ഓണാക്കി ഇടാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഒരു കളിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ പോകുന്നത് അത് നോക്കിയിട്ടാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കേണ്ട ഒരു കാര്യം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് സൈഡ് ട്രാപ്പാണ്, അതും ഓഫാക്കി ഇടുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ള അറ്റാക്ക് ആൻഡ് ഡിഫൻസ് ലെവലും ഓഫാക്കി തന്നെ ഇടുക. പിന്നീട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ മാച്ച് റോൾസ് ആണ്. ഇൻ മാച്ച് റോൾസിൽ മസ്റ്റായിട്ട് പ്ലെയർ ജോയിൻ ടു അറ്റാക്കിൽ നിങ്ങൾ നല്ല ഹെഡിങ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പ്ലെയറെ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ 2 CBസിന് ഓൾമോസ്റ്റ് നല്ല ഹെഡിങ് എബിലിറ്റി വരുന്നതാണ്. സോ നിങ്ങൾ ഒരു CBനെ മാത്രം സെലക്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങളുടെ ഒഫൻസീവിലുള്ള പ്ലേയേഴ്സിന് ആർക്കാണോ ഹെഡിങ് പവറും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ടീം ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പ്ലേയിങ് സ്റ്റൈൽ എന്താണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ 2CF ഫോർമേഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു ഗോൾ പോർച്ചറും അതുപോലെ തന്നെ രണ്ടാമത്തെ CF എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഒരു ഡീപ് ലൈൻ ഫോർവേഡോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ അല്ലെങ്കിൽ ഹോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ മിഡിൽ ആരും ഉണ്ടാവത്തില്ല. സോ എല്ലാവരും ഇതുപോലെ അറ്റാക്കിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ മിഡിൽ ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഡീപ് ലൈൻ ഫോർവേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആയിട്ടുള്ള CF ആണ് ഈ ഒരു ഭാഗം കവർ ചെയ്യുന്നത്. സോ ഈ ഒരു പ്ലെയറെ മാർക്ക് ചെയ്തിട്ടുള്ള CB ഏതാണോ ആ ഒരു CBക്ക് കറക്റ്റായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളും കിട്ടത്തില്ല. ഈ ഒരു പ്ലെയറെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അറ്റാക്കിംഗ് ഏരിയ കുറച്ചും കൂടി ഫ്രീ ആവാനും ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.